ഹായ് ഗായ്സ്, ഞാനിവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് TT ഫാമിലി എന്ന് പറഞ്ഞിട്ട്. അത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. യൂട്യൂബിൽ എന്താ ഒരു വ്ളോഗറാണ്, ഒരു ഭാര്യ ഭർത്താവെന്ന്. അത് ഓനക്ക് ഏജ് കുറവ്, ഓക്ക് ഏജ് കൂടുതലാണ്. അപ്പോൾ അതിന് കുറേ ആൾ അതിനെ വിമർശിച്ചുകൊണ്ടും അവരെന്തെല്ലാം പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടായി. ഇതിൻ്റെ അടുത്ത് മിഞ്ഞാന്ന് ഓരോ കുഞ്ഞ് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ കുഞ്ഞ് മരിച്ച്. മുമ്പ് കുഞ്ഞുണ്ട്, ഒരു പെണ്ണ് കുഞ്ഞുണ്ട്. അതല്ല, രണ്ടാമത് പ്രഗ്നൻ്റ് ആയിട്ട് 50-ആം വയസ്സിൽ പ്രസവിച്ചത് കൊണ്ട് അങ്ങനായി ഇങ്ങനായി. പിന്നെ ഓനക്ക് വേറെ നല്ല പെണ്ണിനെ കെട്ടിക്കൂടാ, ഓക്ക് പറഞ്ഞ് മനസ്സിലായിക്കൂടാ, ഏജിൻ്റെ കഥനെ പറ്റിയിട്ട് പിന്തിരിപ്പിച്ചുകൂടാ എന്നൊക്കെ കുറേ ആൾക്കാർ ഓരോ വിമർശിച്ച് പറയുന്നുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ, ഇപ്പോൾ ഏജ് കറക്റ്റായിട്ട് മാരേജ് ആക്കിയോറും ഈ ഏജ് ഇപ്പോൾ ഓൻ ഏജ് കൂടുതലും ഓൾ ഏജ് കുറവും, ഓൾ നല്ല സുന്ദരിയും ഓന് നല്ല സുന്ദരനും അങ്ങനെയെല്ലാം ആയിട്ട് കുറേ ആളും അങ്ങനെ കഴിക്കുന്നു. ഇപ്പം എന്താ ഓർദല്ലോ നീണ്ടു നിൽക്കുന്ന ജീവിതം. എത്ര ഡൈവേഴ്സാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓറ് ഇങ്ങനെ ജീവിക്കുന്നില്ല, ഇങ്ങനായിട്ട് ഓറയിൽ സന്തോഷത്തിലുണ്ട്, നല്ല പിടിച്ചത്രയുണ്ട്. പിന്നെ നമുക്ക് നമുക്ക് എന്ത് പിന്നെ പ്രശ്നം? ഓർക്ക് നല്ല ഹാപ്പി, ഓനക്ക് നല്ല ഓളെ ഇഷ്ടമോ അങ്ങനെയെല്ലാം ഉണ്ട്. നമ്മ കാണുന്നവർക്കാണ് ഇതിൻ്റെ ചൊറിച്ചൽ. അതെന്ത് കഥ നമുക്കറിയുന്നില്ല. ഓർ ജീവിക്കട്ടെ, ഓർ സന്തോഷത്തിൽ ജീവിക്കട്ടെ. ഓർക്ക് അങ്ങനെ ആവുമെങ്കിൽ പിന്നെ എന്ത് പറയുന്നത്? അപ്പം ആരും വേദനിപ്പിക്കാണ്ട് നിൽക്കുക, ഓറയിൽ ജീവിക്കട്ടെ. ഇന്ന് ഒരു ന്യൂസ് കണ്ടില്ല, ഷിബില എന്ന് പറഞ്ഞിട്ട് ഒരു ഭർത്താവെന്ന് കൊന്നതാണ്. അപ്പം അങ്ങനെയുള്ള കഥകളെല്ലാം നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം, ഓറിപ്പോൾ എത്ര ഹാപ്പിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പം അതല്ല നല്ലത്. അപ്പോൾ കുറച്ച് മനസ്സിലാക്കില്ല, ഓരോ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, എന്ത് പറയാതൊക്കെ. ഞാൻ ഇപ്പോൾ സപ്പോർട്ട് എനിക്ക് ഓരോ പേഴ്സണൽ അറിയുമൊന്നുമില്ല, ഞാൻ ഓരോ സപ്പോർട്ട് ചെയ്യലില്ല, എന്താക്കലില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഓരോ വീഡിയോ കാണുമ്പോൾ, പിന്നെ അതേപോലെ അവർക്ക് ഇടുന്ന എല്ലാവരും ഇടുന്ന കമൻറ്റ് കാണുമ്പോൾ പറയണമെന്ന് തോന്നി. അങ്ങനെ ഓക്കെ ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.